അച്ഛനെ അമ്മ എനിക്ക് നോക്കണം, എനിക്ക് വേറെ വഴിയില്ല. കൂടെ നിന്ന കൂട്ടുകാരും എല്ലാവരും പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്കായിട്ട് നീ ഒന്നും തരണ്ട മാതാവേ, എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. വീട്ടിലുള്ളവരുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും അതുപോലെയാണ് കുടുംബക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഇത് ചെന്ന് എൻ്റെ വിഷമങ്ങൾ പറയുമ്പം അവർ എനിക്ക് ഒരു സപ്പോർട്ട് പോലും തരാതെ അവരെന്നോട് പറഞ്ഞത്, മോളെ 35 വയസ്സുള്ള ഒരാളുണ്ട്, കല്യാണം ആലോചിക്കട്ടെ, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ തളർത്തുമായിരുന്നു. എൻ്റെ പഠിത്തത്തിനെ പറ്റി ഒന്നും ആരും കേൾക്കാൻ പോലും നിൽക്കത്തില്ല. ഞാൻ പോയിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ലാന്ന് വിചാരിച്ച് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, മാനേജറിൻ്റെ അടുത്ത് ഇറങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, ലോൺ സാങ്ഷൻ ആവുമെന്നും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അമ്മയെടുത്ത് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അടുത്തുള്ളൊരു പള്ളിയിലോട്ട് ഞാൻ ഇറങ്ങി ഓടി.